നമസ്കാരം, ഞാൻ ബൈജു നായർ. സംസാരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നത് രാജേഷ് മാധവനെയാണ്. നമസ്കാരം. രാജേഷിൻ്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും. അതായത് രാജേഷ് ആരാണ്, എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യമായിട്ട് രാജേഷിനെ കണ്ടത് ഒരു സിനിമയിൽ ഒരു ചെറിയ സീനിലാണ്. അത് ഒരു ജനഗണമന പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന മഹേഷിൻ്റെ പ്രതികാരത്തിലെ ഒരു പയ്യനായിട്ട്. അതിനുശേഷം പിന്നെ കുറച്ച് കാലത്തേക്ക് രാജേഷിനെ കണ്ടില്ല. പിന്നീട് രാജേഷ് പ്രത്യക്ഷപ്പെടുന്നത് കുറച്ച് വലിയ റോളിലാണ്. ഇതിനിടയ്ക്ക് നമ്മൾ കേൾക്കുന്നു കാസ്റ്റിംഗ് ഡയറക്ടറാണ്, അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്, ക്രിയേറ്റീവ് ഡയറക്ടറാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഡയറക്ടറായി, അതോടൊപ്പം തന്നെ സിനിമയിൽ നായകനായി, വില്ലനായി, അങ്ങനെ കുറച്ച് കാലം കൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ മേഖലകളിലേക്ക് കടന്ന് കയറിയ ആളാണ് രാജേഷ്. പക്ഷേ രാജേഷ് ഞാനും തമ്മിലുള്ള ബന്ധം ചോദിക്കുകയാണെങ്കിൽ രാജേഷ് ഒരു പരിചയമില്ലാത്തൊരു മേഖലയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതായത് ഞാൻ ഏഷ്യാനെറ്റിൽ സ്മാർട്ട് ഡ്രൈവ് എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട്, അതായത് അതിൻ്റെ ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് വന്ന ആളാണ് രാജേഷ്. അപ്പോൾ അന്ന് ഞങ്ങൾ കുറേ എപ്പിസോഡുകൾ ഒരുമിച്ച് ചെയ്തു. രാജേഷ് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്ത എപ്പിസോഡ് BMW C4 ആയിരുന്നു അല്ലേ? C4 റെഡ് C4 നമ്മൾ എവിടെയാണ് പോയതെന്ന്? നമ്മളന്ന് പിന്നെ നമ്മുടെ ഇൻഫോ പാർക്ക് റോഡിലാണ് ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കാക്കനാട് ഒരു ഹോട്ടലിലൊക്കെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അന്ന് രാജേഷ് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. രാജേഷ് അന്ന് ഈ ഒരു പ്രൊഡ്യൂസറായിട്ട് വന്ന സമയത്ത് ഓട്ടോമൊബൈലാണല്ലോ വിഷയം. അപ്പോൾ രാജേഷിൻ്റെ അടുത്ത് വന്നിട്ട് ഉള്ള ആശങ്കയോടെ പറഞ്ഞു, ചേട്ടാ എനിക്കൊന്നും അറിയാൻ വയ്യ വണ്ടികളെ പറ്റിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞതായിട്ട് രാജേഷ് പറഞ്ഞത് ഞാനിപ്പോഴാണ് അത് ഓർക്കുന്നത്. സ്റ്റിയറിംഗ് കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇതെന്താണെന്ന് മനസ്സിലാവും? സ്റ്റിയറിംഗ് ആണ്. അത് മതി, അത്രേ അറിയാമല്ലോ. ഇതിന് മുമ്പ് വരുന്ന പ്രൊഡ്യൂസർ ഇതിനെ ഹാൻഡിൽ എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രാജേഷ് പരമയോഗ്യനാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ ഒരു മാഗസിൻ നടത്തുമ്പോൾ അതിലും രാജേഷ് കുറച്ച് കാലം അതിൻ്റെ സബ് എഡിറ്ററായിട്ടുണ്ടായിരുന്നു. പിന്നെ അബ്സ്കോണ്ടിങ് ആയിരുന്നു, പിന്നെ കാണുന്നേ ഇല്ല. അപ്പം ഞാനൊക്കെ അന്വേഷിച്ചു എവിടെയാണ് ഈ മനുഷ്യൻ അന്വേഷിച്ച് വരുമ്പോഴാണ് ഒരു ദിവസം മഹേഷിൻ്റെ പ്രതികാരത്തിൽ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എവിടേക്കോ കറങ്ങി അവസാനം സിനിമയിലേക്ക് എത്തിയത് അല്ലേ. അങ്ങനെ കാസർഗോഡ് എന്ന് പറയുന്ന സിനിമയായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിന്നും കൊച്ചിയിൽ വന്ന് ഇപ്പോൾ സിനിമയുടെ സമസ്ത മേഖലകളിലും വിരാജിച്ചുകൊണ്ടിരിക്കുന്ന രാജേഷിനെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. രാജേഷ്, എങ്ങനെയുണ്ട് ജീവിതം? നല്ലതായി ചേട്ടാ. ഞാൻ കുറച്ചിങ്ങനെ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ, അത് ബൈച്ചേട്ടനോടൊന്നും പോലും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ സിനിമയൊക്കെയാണ് ആഗ്രഹം എന്നൊക്കെ ഉള്ളത്. അതിങ്ങനെ പറയാതെയൊക്കെ പോവായിരുന്നു. പക്ഷെ പിന്നെ ആഗ്രഹിച്ചത് പോലെ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ തോന്നുന്നു ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ എന്താണ് ആഗ്രഹിച്ചത്? സിനിമ ചെയ്യണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹിച്ചത്. ഡയറക്ഷൻ അഭിനയ പ്രവർത്തകനാവുക എന്നുള്ളതാണ് ആഗ്രഹിച്ചിരുന്നത്. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയൊക്കെ ഉള്ള സമയത്ത് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങള് പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ എൻ്റെ കൂടെ നിഖിൽ എന്ന് പറയുന്നൊരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്തിരുന്ന. അപ്പം അവിടുത്തെ ആൾക്കാർക്ക് ഈ നിഖിലിൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ സിനിമാ പരിപാടികളൊക്കെ ആയിട്ട് കഥ പറയാനൊക്കെ പോകുമായിരുന്നു. അവിടുത്തെ ആൾക്കാർക്ക് മാത്രമാണ് എൻ്റെ വർക്ക് ചെയ്ത എൻ്റെ കരിയറിൽ ഇത് ഇങ്ങനെ സിനിമ ആഗ്രഹമുണ്ട് എന്നുള്ളത് അറിയാം. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് ഭയങ്കരമായിട്ട്. പക്ഷെ ഇതേപോലെ ഈ കാസർഗോഡ് നിന്ന് വന്നിട്ട് ഒന്നുമില്ല, നമുക്ക് സിനിമ ആഗ്രഹിക്കാൻ പറയാൻ അങ്ങനൊരു ബന്ധങ്ങളോ അങ്ങനൊരു പരിസ്ഥിതികളോ ഒന്നുമില്ല ചുറ്റുവട്ടത്ത്. ഇപ്പം ഞാൻ ബൈചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നവീൻ ചേട്ടനെയൊക്കെ കാണുന്നത് തന്നെ. അതൊക്കെയാണ് സിനിമ പരിചയങ്ങൾ. നവീൻ ഭാസ്കർ എന്ന് പറയുന്ന അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സബ് എഡിറ്റർ. അദ്ദേഹം പിന്നീട് അന്ന് ABC എഴുതിയിട്ട് നിൽക്കുന്ന സമയമാണ്. പിന്നെ അനുരാഗ് കരിക്കും വെള്ളം നല്ല സിനിമകളൊക്കെ എഴുതി. അങ്ങനെ എൻ്റെ കൂടെ എല്ലാം രക്ഷോട്ട് പോകട്ടോ. ഞങ്ങളും അന്ന് കണ്ടതിൽ ഒരുപാട് വളർന്നു ബൈചേട്ടൻ. ആണല്ലേ? പൈസയൊക്കെ പോയി അല്ലേ? അല്ല, തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ എല്ലാവർക്കും സംഭവിച്ചു. വലിയ സന്തോഷമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അങ്ങനെ വലിയ സ്ഥിതിയിലൊക്കെ എത്തുന്ന കാണുമ്പോൾ. തന്നെയല്ല നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുന്നവരാ, നവീനായാലും അതെ, രാജേഷ് ആയാലും, അതിൻ്റെ സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, നമ്മൾ കോട്ടയം ഭാഷ പറഞ്ഞ കാസർഗോഡ് നിന്ന് കൂടും കുടക്കിയും എടുത്ത് ഈ കൊച്ചിയിലേക്ക് വരുമ്പോൾ സിനിമ തന്നെയായിരുന്നു മനസ്സിൽ? അല്ല, അന്ന് സിനിമയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ആർട്ട് ഉണ്ടായിരുന്നു ഒരു സൈഡിൽ, നാടകമായിട്ടും അങ്ങനെയൊക്കെ കുറച്ച് എഴുത്ത് ഒക്കെ ആയിട്ട്. അപ്പം പിന്നെ അതിന് പറ്റിയൊരു കോഴ്സ് നമ്മൾ പഠിക്കേണ്ടതല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ. ഞങ്ങളുടെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഇരുന്ന് വൈകുന്നേരങ്ങളിലും മറ്റേ കുറച്ച് ചർച്ചകളും പരിപാടികളും, ഭീകരമായ ചർച്ചകളാണ്, ഒന്നുമല്ല, ഇന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ്. എന്നാലും ഞങ്ങൾ വൈകുന്നേരം ഇരുന്ന് വായനശാലയിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഭീകരമായ ചർച്ചകളൊക്കെ ചെയ്യും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളുടെ മുമ്പ് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കാസർഗോഡ് ചുറ്റുവട്ടം തന്നെ ഉണ്ടായിരുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, ഭയങ്കര രസമുള്ള നല്ല കലാകാരന്മാരുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ അവിടെ തന്നെ ഒതുങ്ങി. പിന്നെ ഇതൊരു ജീവിക്കാൻ പറ്റുന്നൊരു ജീവിക്കാൻ പറ്റുന്നൊരു മേഖല അല്ലാതായി മാറി എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോകണം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് മറ്റേ മീഡിയ പഠിക്കാം എന്ന് വിചാരിച്ചിട്ട്, എന്താ ജേർണലിസം ഒക്കെ നമുക്ക് പറ്റിയ മേഖലയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മീഡിയ പഠിക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് വരുന്നത്. അപ്പൊ അതിനു മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പക്ഷെ ബെസ്റ്റ് ആക്ടർ ആയിട്ടുണ്ട് ഇല്ലേ? അത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു കലാപാരമ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ ചേച്ചി നാടകം കളിച്ചത് കണ്ടിട്ടുണ്ട് ഞാൻ. അതെനിക്ക് ഭയങ്കര, എൻ്റെ ചേച്ചി, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചേച്ചി നാടകം കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര, മറ്റേ ചേച്ചിൻ്റെ സ്റ്റേജിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അത് മാത്രമാണ് എനിക്ക്. അപ്പോൾ എനിക്ക് തോന്നിയത് എനിക്കും നാടകം കളിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം. പിന്നെ 7ാം ക്ലാസ്സിന് മുമ്പ് വരെ അങ്ങനെ 2-3 സെലക്ഷനിലൊക്കെ പങ്കെടുത്തിട്ട് ആരും സെലക്ട് ചെയ്തില്ല. അല്ല, 2 പിന്നെ 7ാം ക്ലാസ്സിൽ ഉണ്ടാകുമ്പോൾ എന്നെ ഒരു കോറസ്, ഒരു അതിലെ ടീമിൻ്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്തു. പിന്നെ അവസാനം അതൊരു സമയത്തെത്തിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ മെയിൻ ക്യാരക്ടറെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു തന്നെ. ആ നാടകത്തിന് സബ് ജില്ലയിൽ പോയപ്പോൾ ബെസ്റ്റ് ആക്ടർ കിട്ടി. അപ്പോൾ ഞാനൊരു കലാകാരനൊക്കെയാണെന്നൊക്കെയുള്ള തോന്നലൊക്കെ ഉണ്ടായി. അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ എന്താ കലാജീവിത തുടക്കം എന്നൊക്കെ പറയാം. അപ്പൊ ഈ വീട്ടിലെ സ്ഥിതി എന്തായിരുന്നു? അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യുന്നത്? അച്ഛൻ പിന്നെ ഈ കൂലിപ്പണിക്കാരനാണ്, മേസ്ത്രി ആയിരുന്നു, കല്ലുകെട്ട് മേസ്ത്രി. അമ്മ പിന്നെ ഹൗസ് വൈഫ്. അപ്പൊ അച്ഛൻ ചെറുതായിട്ട് ഈ മാതൃഭൂമിയൊക്കെ മേടിച്ച് വായിക്കുമായിരുന്നു, വീക്കിലേക്ക് വായിക്കും എപ്പോഴെങ്കിലും. പിന്നെ പുരാണമൊക്കെ, കുറച്ച് കഥകളൊക്കെ അറിയാം. അത് അങ്ങനെ പുരാണ കഥ പോലെയല്ല, കഥകൾ പോലെയാണ് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ കൂടെ ഇരുത്തിയിട്ട് കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ട് ചെറുപ്പത്തിൽ. അതല്ലാതെ എനിക്ക് വേറൊരു പാരമ്പര്യമില്ല. അച്ഛൻ കോൽക്കളി അറിയാം, മറ്റേ അവിടെ മാത്രം മലബാറിലുള്ള കോൽക്കളി. അപ്പൊ ഈ രാജേഷ് ഈ പറഞ്ഞ പോലെ ഇപ്പൊ അച്ഛനൊക്കെ ഈ പറഞ്ഞ അത്ര സാമ്പത്തികമായി ഉയർന്ന നിലയിൽ അല്ലാത്തപ്പോൾ രാജേഷിന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി കാണണമെന്നോ അങ്ങനെയൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നില്ലേ? ഇല്ല, അങ്ങനെയൊന്നും ആഗ്രഹിക്കാനുള്ള അവർക്ക് അറിയില്ല അതൊന്നും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അച്ഛനിപ്പം ഞാൻ എന്തൊക്കെയൊക്കെ ക്യാമ്പുകളും പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുന്നു, അപ്പം ആൾക്കാരൊക്കെ നല്ലത് പറയുന്നു. അപ്പം അച്ഛനത് ഭയങ്കര സന്തോഷമാണ്. കലാകാരനാവുക എന്ന് പറയുന്നത് എന്തോ നല്ല കാര്യമാണ് എന്നുള്ളത് അച്ഛന് ആ ബോധം എനിക്ക് ചെറുപ്പത്തിലേ തന്നിട്ടുണ്ട് അച്ഛൻ. അതല്ലാതെ പിന്നെ വേറെ അവർക്കിപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമായിരിക്കും. സർക്കാർ ജോലിക്കാർ ഞങ്ങളുടെ നാട്ടിലില്ല, ഞങ്ങളുടെ ഒരു ചുറ്റുവട്ടത്തില്ല. എന്റെ നാട്ടിലെ പണിഷ്മെന്റ് കൊടുത്തു വിടുന്ന സ്ഥലമാണ് സർക്കാർ ഉദ്യോഗസ്ഥര്. കാസർഗോഡേക്ക് മാറ്റിക്കളയുന്നതാണ്. അതാ, ഞങ്ങളുടെ നാട്ടിലൊന്നും ആരും അങ്ങനെ കാസർഗോഡ് സർക്കാർ ജോലിക്കാർ കുറവായതുകൊണ്ടാണ് അവിടത്തേക്കൊക്കെ പുറത്തുനിന്നൊക്കെ വരേണ്ടി വരുന്നത്. ഞാൻ എൻ്റെ ഉൾഗ്രാമമാണ്. അപ്പൊ ആ നാട്ടിലെ ആദ്യത്തെ PG കാരനാണ് ഞാൻ. എൻ്റെ ചേച്ചിക്ക് മാർക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ ചേച്ചി PGക്കൊന്നും പോയിട്ടില്ല. ഡിഗ്രി മതി എന്നുള്ളൊരു പോലെ. PGക്കാരനൊക്കെ ഫ്ലെക്സ് ഒക്കെ വെച്ചായിരുന്നു ഇപ്പോഴത്തെ ഒരു പോലെ? ഇല്ല, ഇപ്പൊക്കെ കുറച്ച് ഫ്ലെക്സ് ഒക്കെ അവിടെ കറങ്ങി നടക്കുന്നുണ്ട്. അന്ന് എനിക്ക് മറ്റേ നാട്ടില് ക്യാഷ് അവാർഡൊക്കെ കിട്ടാറുണ്ട്. മറ്റേ 7ാം ക്ലാസ്സിലെ ഉന്നത വില അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാർക്കൊരു പിന്നെ ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഡാൻസ് പഠിക്കാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കലാപരിപാടികൾ ഉണ്ടായിരുന്നോണ്ട്. അപ്പൊ ഇനി കുതിരസവാരി കൂടെ പഠിച്ച നായകനാകാം. നായകനായല്ലോ അല്ലേ? 1-2 സിനിമ നായകനായി കഴിഞ്ഞു. അപ്പോൾ അതാണ്. അപ്പം നമ്മുടെ മറ്റേ സുരേഷിന്റെ സുമലതയുടെ അതിൽ ഡാൻസ് ഒക്കെ കളിച്ചപ്പോൾ പഴയ ഡാൻസിന്റെ ഒരു ഓർമ്മയിലാണ്. പഴയ ഡാൻസ് ഡാൻസ് എനിക്ക് വഴങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിയത്. ഭരതനാട്യമാണ് പഠിച്ചത്. അത് എനിക്കത് അങ്ങനെ, ഞാനും കുറേ ചേച്ചിമാരും ഒക്കെയാണ്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ആൺകുട്ടി. അപ്പം എനിക്കും പിന്നെ ഇവർക്ക് ചുരിദാറാകുമ്പോൾ എനിക്കൊരു കുർത്തയാണ്. അപ്പം ഞാൻ ഇവരുടെ നടുക്ക് കഴിഞ്ഞാൽ എന്നെ തിരിച്ചറിയില്ല. നാട്ടിലെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പിന്നെ എന്താണ്, അപ്പോൾ അവർക്കൊക്കെ അസൂയാണ് ഞാൻ ഈ പെൺപിള്ളേരുടെ കൂടെ നടക്കുന്നതിന്. അപ്പം ഇവരൊക്കെ ബുള്ളി ചെയ്യും. അതൊക്കെ കേട്ട് പിന്നെ എന്താ ഞാൻ മെല്ലെ ഡാൻസ് മതിയാക്കി. പക്ഷെ എന്തോ ഒരു താളം കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. ആ താളം ഉണ്ട്. അഭിനയത്തിനും ഏറ്റവും ആവശ്യമുള്ള സാധനമാണല്ലോ അല്ലേ ആ ഋതം എന്ന് പറയുന്നത്. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് പോരുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരു ജേർണലിസ്റ്റ് ആകാം എന്ന് വിചാരിച്ചാണ് വരുന്നത്. അതെ. എവിടെ പഠിച്ചപ്പോൾ ഇവിടെ? ഞാൻ കൊച്ചി അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ഇവിടെ ബ്രോഡ്കാസ്റ്റിംഗ് ജേർണലിസം വീഡിയോ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് MFA കോഴ്സാണ്. അത് കഴിഞ്ഞിട്ടാണ് നേരെ ഏഷ്യാനെറ്റിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് അമൃത ചാനലിൽ കയറി. അമൃതയിൽ ഒരു പ്രോഗ്രാം അസിസ്റ്റന്റ് പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് ഒരു 6 മാസക്കാലം അമൃതയിലുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഏഷ്യാനെറ്റിൽ ഒരു 5 മാസക്കാലം, പിന്നെ ഒരു 5-6 മാസക്കാലം ഒരു ഇറങ്ങാത്തൊരു മാഗസിന് വേണ്ടി വർക്ക് ചെയ്തു. അപ്പോൾ ഏഷ്യാനെറ്റിലുള്ള പരിചയം ഉണ്ടായിരുന്നോണ്ട് ആ മാഗസിൻ നിർത്തി കഴിഞ്ഞപ്പോൾ ബൈച്ചേട്ടനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ബൈച്ചേട്ടാ എനിക്ക്
ഒരു ജോലി വേണം, അതെ, എനിക്ക് ഇത്ര ശമ്പളത്തിനൊരു ജോലി തരാൻ പറ്റുമോ ചേട്ടൻ അപ്പം തന്നെ ആ ശമ്പളം തരാന്ന് പറഞ്ഞിട്ട് എന്നെ ഞാൻ പണ്ട് ഉദാരമതിയാണല്ലോ. എന്തോ എനിക്കറിയില്ല, അന്ന് എനിക്ക് വളരെ പിന്നെ ഓക്കെ ആയിട്ടുള്ള ഒരു സാലറി ഒക്കെ തന്നിട്ട് എന്നെ ജോലിക്ക്. അപ്പൊ ഇനിയിപ്പോ ഞാൻ കാശൊക്കെ കടം ചോദിക്കേ, കാശൊക്കെ ഇഷ്ടംപോലെ ആയി കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ കടം ചോദിച്ചൊക്കെ വരും പഴയ കഥയൊക്കെ. അതെ. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഞാൻ രാജേഷ് എൻ്റെ കൂടെ ഉള്ള സമയത്തൊക്കെ എനിക്ക് തോന്നിയിരിക്കുന്നത് സിനിമ എന്നൊരു കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. രാജേഷ് നാടകമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ രാജേഷ് ഇതൊന്നും അല്ല ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിവിടെ ഒന്നും നിൽക്കില്ല, എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പം പക്ഷെ അന്ന് എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ രാജേഷ് അങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയി നശിക്കാതെ ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു മേഖല തന്നെ തുടരേണ്ടതല്ലേ. കാരണം എനിക്ക് വീട്ടിലെ സ്ഥിതിയൊക്കെ എനിക്ക് അന്ന് മനസ്സിലായതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും രാജേഷ് ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ചേട്ടാ ഞാൻ എന്തോ പരിപാടിക്ക് പോകാമെന്നും പറഞ്ഞ് പോയി അല്ലേ. അപ്പോഴൊക്കെ സിനിമ ഇങ്ങനെ അടിത്തട്ടിൽ കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടി. ഭയങ്കരമായിട്ട് ആഗ്രഹങ്ങളുണ്ട് അതിനു വേണ്ടി. ഇങ്ങനെ നമ്മൾ അതിന്റെ ടോട്ടൽ ലെങ്ത്തിൽ സിനിമേനെ ആലോചിക്കുക, അങ്ങനെയൊക്കെയുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. പിന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാറുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. അന്നൊരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു എൻ്റെ സുഹൃത്ത് രവിയാണ് ഇപ്പം എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ രവി ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് സിനിമയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ധൈര്യമായിട്ട് അന്ന് എനിക്ക് ആ ജോലി വിടുക എന്ന് പറയുന്നത് ഒരിക്കലും അത് ഓക്കെ ആയ ഒരു കാര്യമല്ല വീട്ടിലെ അവസ്ഥക്കൊക്കെ. പക്ഷെ വീട്ടുകാർ അങ്ങനെ എന്നെ ഞാനിങ്ങനെ ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ അങ്ങനെ എന്നെ ഒന്നും നിർബന്ധിക്കില്ല. ഇപ്പോൾ അവർ കാണുമ്പോൾ എന്താ, അവൻ കുഴപ്പമില്ലാതെ പഠിച്ചിരുന്നു, കുഴപ്പമില്ലാത്തൊരു കോഴ്സ് പഠിച്ചിരുന്നു, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ജോലിയൊക്കെ കിട്ടും അവന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നൊക്കെയുള്ളൊരു തോന്നലുകൊണ്ടാണ്. വീട്ടുകാർക്ക് നോക്കുമ്പോൾ ഞാൻ നല്ല അവസ്ഥയല്ല, പൈസയൊന്നും ഉണ്ടാക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ എന്നെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അവര് അങ്ങനെ ഒന്നിനും നിർബന്ധിച്ചിരുന്നില്ല ഒരിക്കലും. ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഇറങ്ങിയതാണ്. ആ ധൈര്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഒരു അവിടെ നിന്ന് ചാടി പുതിയ മേഖലയിലേക്ക് പോകാൻ വേണ്ടി കാണിച്ചൊരു ധൈര്യമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആദ്യമായിട്ട് പരിചയപ്പെട്ട സിനിമക്കാരനാരാ? ആദ്യമായിട്ട് പരിചയപ്പെട്ട സിനിമക്കാരൻ ഇതിപ്പോ നവീൻ ചേട്ടനാണ് എൻ്റെ. പിന്നെ അതെ, നവീൻ ചേട്ടനാണ് ഞാൻ പരിചയപ്പെടുന്നത് അങ്ങനെ മെയിൻ സ്ട്രീം സിനിമക്കാരൻ എന്ന് പറയാനുള്ള. പിന്നെ ഞാൻ പരിചയപ്പെട്ടത് ശ്യാമേട്ടനാണ്, ശ്യാം പുഷ്കർ. അത് ഈ ഷോർട്ട് ഫിലിം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ശ്യാമേട്ടൻ. അപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടമായി. അങ്ങനെ ശ്യാമേട്ടൻ ഇടക്ക് ഞങ്ങളെ വിളിച്ചിരുത്തി വെറുതെ സംസാരിക്കാനൊക്കെ വിളിച്ചിരുത്തുമായിരുന്നു. അതാണ് ശ്യാമേട്ടനായിട്ടുള്ള ബന്ധമാണ് ആക്ച്വലി. തൃശൂർ ടൗണിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ച ആ പ്രീമിയം അപ്പാർട്ട്മെന്റ് ഇവിടെയുണ്ട്. സ്വരാജ് റൗണ്ട്, കേരള ലാർജസ്റ്റ് സ്കൈവാക്ക് തുടങ്ങി തൃശൂരിലെ മേജർ ടൂറിസ്റ്റ് പ്ലേസസ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ് എല്ലാം കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ട്. ബുക്ക് യുവർ അപ്പാർട്ട്മെന്റ് നൗ ഇൻ എലാൻസ വിത്ത് എക്സ്ക്ലൂസീവ് ഓഫേഴ്സ്. അപ്പൊ ഈ ശ്യാമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണ്, എന്തായിരുന്നു ശ്യാമിൽ നിന്ന് പ്രതീക്ഷിച്ചത്? അല്ലെങ്കിൽ എന്താണ് ശ്യാമിനോട് ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പോകുമായിരുന്നോ? അയ്യോ ഇല്ല, ഞങ്ങള് ഈ ഷോർട്ട് ഫിലിമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാലഘട്ടം ഞങ്ങൾ കുറച്ച് എഴുത്തും പരിപാടികളൊക്കെ ആയിട്ട് കോഴിക്കോട് രവിയുടെ വീട്ടിലായിരുന്നു ഞാൻ. ഇങ്ങനെ എഴുതുക, സിനിമകൾ കാണുക തന്നെ, വേറെ ജോലികളൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ചില്ലറ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെയുള്ള ഈ പഠിച്ചതിൻ്റെ കോഴ്സിൻ്റെ കൂട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചെയ്യാം. പിന്നെ ഞാൻ നേരെ കൊച്ചിയിലേക്ക് ഞങ്ങൾ വന്നിട്ട് സിനിമയാണ് ആഗ്രഹിച്ചിട്ട് വരുന്നത്. ഈ പിള്ളേർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്യാമേട്ടന് അറിയാം. അപ്പോൾ ശ്യാമേട്ടന് ഇടക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വാടാ നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഇരിക്കും, എന്നിട്ട് സംസാരിച്ചിരിക്കും നമ്മളവിടെ. അങ്ങനെ സംസാരിച്ച് ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ രവിക്ക് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ഒരു പടത്തിലേക്ക് വിളിച്ചു ശ്യാമേട്ടൻ. അങ്ങനെ രവി അതിന് പോയി. അപ്പോൾ കൂട്ടത്തിൽ ഞാനുണ്ട്. അപ്പം എന്നെ ഒന്നിച്ച് ചെയ്യാൻ എന്നെ എന്ത് ചെയ്യും, ഞാൻ കൂട്ടത്തിൽ വന്നാണ്, അപ്പോൾ ഇവനെന്ത് ചെയ്യും എന്നുള്ള ആ ആലോചനയായിരിക്കും. ഞാനും ദിലീഷ് പോത്തനും ദിലീഷ് നായരും ശ്യാമേട്ടനും രവിയും ഒക്കെ ഇരുന്നിട്ടൊരു പിന്നെ ഒരു സദസ്സിൽ ഞങ്ങൾ എഴുതിയൊരു കഥ അങ്ങോട്ട് വായിച്ചു കൊടുത്തതാണ്. പോത്തണ്ണനെ അഭിനയിക്കാനുള്ള ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വായിച്ചു കൊടുക്കുകയാണ്. ഇതാണ് പോത്തണ്ണന്റെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സിനിമയാവാം. അങ്ങനെ അവരെ അവസരം ചോദിച്ചിട്ടൊന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല നമ്മള്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ആഗ്രഹം എന്നുള്ളത് അറിയാം. അത് എന്തോ ആഗ്രഹം ഇവർ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നിയതുകൊണ്ടായിരിക്കും. അപ്പൊ തന്നെ ശ്യാമേട്ടൻ മുമ്പൊരു സിനിമയിൽ എടാ ഇതിൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അഭിനയിക്കുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് പൈസ തരാമല്ലോ, സഹായിക്കാമല്ലോ. ശ്യാമേട്ടൻ ഒരിക്കൽ ഞങ്ങള്
ഞങ്ങൾ ഇപ്പം സിനിമ ആഗ്രഹിച്ചിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന ബാച്ചിലേഴ്സിൻ്റെ വീട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം ഞങ്ങളവിടെ ഒരു ചെറിയൊരു വീട്ടിലൊരു 10ഓളം പേര് താമസിച്ചുകൊണ്ടിരിക്കും. 10ഉം അത് കൂടിയിട്ടുണ്ട് ചില സമയത്ത്. അത് ഞങ്ങളൊരു 4 പേരെടുത്തതാണ്. പിന്നെ അവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് അങ്ങനെ ആയി. ആ വീട്ടിൽ ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി ഇങ്ങനെ മറ്റേ ഒരു ഫാനേ ഉള്ളൂ അവിടെ, അത് മെയിൻ റൂമിൽ കഞ്ഞി ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് ചെറിയ കാലഘട്ടത്തില്ല കേട്ടോ, കഷ്ടപ്പാടൊന്നല്ല അത് ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടായിരുന്ന സമയത്താണ്, എല്ലാവരും ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഊതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്യാമേട്ടൻ വന്നിട്ട് വാതിൽ തുറന്നിട്ട് ഓക്കേടാ എന്ന് പറഞ്ഞിട്ട് ശ്യാമൻ പോയി. മനസ്സിലായി അവസ്ഥ മനസ്സിലായി. അങ്ങനെ ആ കാഴ്ചയൊക്കെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇത് ഈ സമയത്ത് ഇങ്ങനെ ഇരുത്തിട്ട് വരുമ്പോൾ ഈ കഥ വായിച്ചു കൊടുക്കുമ്പോൾ ദിലീഷ് പോത്തും പറഞ്ഞു ഇവനെ അഭിനയിപ്പിക്കാലോ. നാരായണനാണ് തോന്നുന്നു പറഞ്ഞു ഇവനെ അഭിനയിപ്പിക്കാലോ. നമ്മുടെ നരേഷൻ കേട്ടിട്ട് നരേഷൻ കേട്ടിട്ട് അങ്ങനെയാണ് അഭിനയിപ്പിക്കാനോ കഥ എടുക്കാന്ന് പറഞ്ഞില്ല. അങ്ങനെ അഭിനയിക്കുക. അപ്പോൾ ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കൊന്നുമില്ലല്ലോ ശ്യാമേട്ടൻ. ഞാൻ അതിനു മുമ്പ് മറ്റേ അല്ല ഞാൻ ഈ ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ടാണല്ലോ എന്നൊക്കെയുള്ള ഐറ്റം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോത്തൻ പറഞ്ഞു എടാ നീ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത പടത്തിലൊരു വേഷം തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അഭിനയിക്കാം. അപ്പം എല്ലാവരും കൂടി ഇരുന്നിട്ട് പറയാനുള്ളൂ എന്തായാലും അഭിനയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് അഭിനയിക്കാനുള്ള ഒരു സീനിന്റെ കഥ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു. ആക്ച്വലി അത് വേറൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ റാണി ഇതിലെന്തായാലും അഭിനയിക്കാൻ തീരുമാനിച്ചാണല്ലോ. അങ്ങനെ റാണി പത്മിനിയിൽ ഒരു ചെറിയ വേഷമുണ്ട്, നീ വന്നിട്ട് അഭിനയിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ റാണി പത്മിനിയിൽ അഭിനയിക്കാൻ പോയി. അപ്പം ആ ലൊക്കേഷനിൽ ഇരുന്നിട്ടാണ് പോത്തണ്ണൻ എനിക്ക് ഞാൻ അഭിനയിക്കേണ്ട സീൻ നീ മുമ്പ് പറഞ്ഞിരുന്ന ക്യാരക്ടർ അല്ല, ഇതാണ് ജനഗണമന, ആ സീൻ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്ന തന്നത് റാണി പത്മിനിയുടെ സെറ്റിൽ വെച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആ സീൻ ആ സിനിമയിൽ ആവശ്യമാണെന്ന് വെച്ചാൽ ആവശ്യമൊന്നുമല്ല അല്ലേ? വേണമെങ്കിൽ അത് വേറെ കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ മതി, അത് വേറെ തന്നെ സെപ്പറേറ്റ് ഒരു. അതെ ശരിക്കും ബാക്കിയുള്ള ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും അതിൽ പിന്നെയും ഉള്ളതാണ്. അപ്പൊ അവിടുന്ന് വരുന്ന മെമ്പർ ആയി കഴിഞ്ഞാലും അളിയനായി കഴിഞ്ഞാലും ഉണ്ട്. അതിന്റെ ഇടയിൽ വരുന്ന ഞാൻ മാത്രമാണ് എവിടെയും ഇല്ലാത്തൊരു. എനിക്ക് സഹായിച്ചത് തന്നെ ശരിക്കും ആ സീൻ അവര് ഉണ്ടാക്കിയത് തന്നെയാണ് തോന്നുന്നു. മറ്റേ എനിക്ക് മറ്റേ അവിടെ കട്ടപ്പന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിലെ ഫാഷൻ അധ്യാപകൻ അതിൽ കണ്ണൻ ചേട്ടനാണ് പിന്നെ അഭിനയിച്ചത്. അതിൻ്റെ അസോസിയേറ്റ് ഒക്കെ ആയിരുന്നു. ജിൻസിക്ക് മറ്റേ തുണിക്ക് ജിൻസിക്കും കൂടെ കാണട്ടെ മാറി നിൽക്കുന്ന പറഞ്ഞ ആ ക്യാരക്ടറാണ് എന്നോട് ആദ്യം പറഞ്ഞത്. പിന്നെയാണ് ഈ ക്യാരക്ടർ ഉണ്ടായപ്പോഴാണ് എന്നെ ഇതിലേക്ക്. എത്ര ടേക്ക് എടുത്തു ഫസ്റ്റ് ഷോട്ട്? ഞാൻ വന്നിട്ട് ഇടിച്ചു വീഴുന്നതാണ്. അത് 4 ടേക്ക് എടുത്തു. അത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ചെയ്തതാണ്. 4 ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഴുന്നതൊക്കെ കറക്റ്റ് ആവണം. അപ്പോൾ 3ാമത്തെ ടേക്ക് ഓക്കെ പോലെ കിട്ടി, കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നുള്ള പോലെ. 4ാമത്തെ ഒന്നുകൂടി വന്നോ നീ ഒന്ന് ശരിക്കും പിടിച്ചോടാ പിന്നെ എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ ഒരു ടേക്ക് എടുത്തു. അതാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അത് ശരിക്കും ജയശങ്കരേട്ടൻ്റെ മുട്ടൊക്കെ പൊട്ടിപ്പോയി ആ വീഴ്ചയിൽ. ഞാൻ ശരിക്കും ഇടിച്ചു എന്നോട്. ഞാൻ ജീവിക്കുകയായിരുന്നു, അഭിനയിക്കായിരുന്നില്ല അല്ലേ? എന്നോട് പറഞ്ഞു എടാ ഇത് പിന്നെ ഒരു ആക്ഷനാണ്, അത് നമുക്ക് ഒറ്റ ഇതിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് പേടിച്ചാലും കുഴപ്പമില്ല, കൺട്രോളില്ല, നമ്മൾ പിടിക്കാനൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ. നീ ഒന്ന് പിന്നെ മെമ്പറെ ഒന്ന് മെല്ലെ ഒന്ന് തട്ടിക്കോ. പിന്നെ നീ എനിക്ക് നോക്കുമ്പോൾ എനിക്ക് മാത്രം ബാലൻസ് കിട്ടും, കാരണം ഞാനിത് മെല്ലെ പോയി തട്ടി എനിക്ക് വീഴാം. പക്ഷെ അന്ന് അതൊന്നും അങ്ങനെ ഓർമ്മിച്ചിട്ടല്ല, ഞാനൊന്ന് പോയി തട്ടിയിട്ടുണ്ട്. അതിൽ മെമ്പർ അങ്ങനെയാണ് പോയത്. എന്നിട്ട് നേരെ പോയി ഇടിക്കുകയും ചെയ്തു. ഇടിച്ചു കഴിഞ്ഞപ്പോൾ വീണ് മുട്ടൊക്കെ പൊട്ടി. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കൈയൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കണം. അതാണ് എൻ്റെ ആക്ഷൻ. കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മുട്ടിന് ചോര. പുള്ളി വീണിട്ട് പുള്ളി ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ എന്നിട്ട് അയ്യോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ. അപ്പൊ പുള്ളി പറഞ്ഞു അയ്യോ അതൊന്നും കുഴപ്പമില്ല, ഞാൻ വെറുതെ എന്തിനാണ് അത് വിട്ടത്, അങ്ങനെ എന്നെ പിടിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ ആദ്യത്തെ സിനിമയിൽ നിന്ന് പഠിച്ചതാ. ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും, പക്ഷെ ക്യാരക്ടറിൽ നിന്നോളാം. അതെ, ക്യാരക്ടർ നന്നായല്ലോ. ആ ഒറ്റ സീൻ ഇപ്പോഴും എല്ലാവരും ഓർത്തിരിക്കുന്ന സീനാണ്. അത് ആരാ ചെയ്തെന്നൊക്കെ എല്ലാവരും അന്വേഷിക്കും. അങ്ങനെ ചെയ്തല്ലോ, അത് മോശമില്ല. അപ്പൊ അതിനുശേഷം ആ സിനിമയുടെ സജ്ജി തുടർന്നോ അതോ അത് കഴിഞ്ഞ് പോന്നോ? ഇല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി
പിന്നെ ആ വേഷം ചെയ്തുകൊണ്ട് സമീറ സനീഷൊക്കെ പറഞ്ഞിട്ട് ശ്യാമദ തേട്ടൻ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു കുഞ്ഞു വേഷം തന്നിരുന്നു. പിന്നെ തൃശ്ശൂർ പേര് ക്ലിപ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിലൊരു കൂട്ടത്തിലുള്ള ഒരു വേഷം ചെയ്തിരുന്നു. അത് ആ വേഷം ചെയ്തതുകൊണ്ട് കണ്ടിട്ട് വിളിച്ചിരുന്ന വേഷങ്ങൾ. പക്ഷെ അതൊന്നും അല്ലല്ലോ നമ്മുടെ മനസ്സിൽ, അവനല്ലോ അല്ല. അപ്പം ഞാൻ ഇത് പിന്നെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും, അപ്പം എല്ലാം പോയി ചെയ്യാന്നുള്ളതാണ് അപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് എനിക്ക് മറ്റേ ഇതിനി കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നും നടക്കുന്നില്ല. എഴുതിയ സിനിമകളെ ഓണാവും തോന്നും. പിന്നെ എല്ലാവർക്കും അറിയാം അത് അങ്ങനെയാണ് സിനിമയുടെ ഒരു. എഴുതിയ സിനിമ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടോ അതോ സംവിധാനം തന്നെയായിരുന്നു? സ്ക്രിപ്റ്റ് റൈറ്റർ. അന്ന് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട്. അപ്പോൾ ശ്യാംദർ എന്ന് പറഞ്ഞിട്ടുള്ള ശ്യാംദറിന് വേണ്ടിയിട്ടാണ് അന്ന് എഴുതിയത്. 7th ഡേ കഴിഞ്ഞിട്ടുള്ളൊരു സിനിമ. അപ്പോൾ ഞാൻ പിന്നെ അവസാനം ഇനിയിപ്പോൾ ദുബായിക്കൊക്കെ പോവാ. ഞങ്ങളുടെ നാട്ടിലെല്ലാവരും എൻ്റെ പ്രായത്തിലൊക്കെ അന്ന് ഉണ്ടായിരുന്ന എല്ലാവരും ദുബായിലാണ്. ചെറുപ്പക്കാരൊന്നും ഇല്ല, എല്ലാവരും ദുബായിലാണ്. ദുബായി എന്നുള്ളതാണ്, അതായത് സർക്കാർ ജോലി എന്ന് ആരും അന്വേഷിക്കാറ്. ദുബായിലേക്ക് ആരാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യമേ. കുടുംബത്തിൽ തന്നെ ആരെങ്കിലും ഒക്കെ കാണും, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ദുബായിൽ. എൻ്റെ കുടുംബത്തിൽ അധികം ആൾക്കാരില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എത്തിയില്ല ദുബായിലേക്ക്. അതാണ് എൻ്റെ ജീവിതത്തിലൊന്നും. അങ്ങനെ ചിലപ്പോൾ പ്രൊഡ്യൂസർ ആയിട്ടല്ലോ അങ്ങനെ ദുബായിക്കൊക്കെ പോയി എന്തെങ്കിലും ജോലി അന്വേഷിക്കാന്നൊക്കെ ഉള്ള രീതിയിലേക്കായിരുന്നു. ഫസ്റ്റ് പടം വീട്ടുകാർ കണ്ടോ? അച്ഛനമ്മയൊക്കെ ഉണ്ടോ? മഹേഷിന്റെ പ്രതിയാണ്. പിന്നെ കണ്ടു. അപ്പൊ ഏകദേശം ഏതോ ഒരു കരയ്ക്ക് എത്തുന്നുണ്ടെന്ന് തോന്നി കാണും അവർക്കല്ലേ. പിന്നെ അത് കണ്ടിട്ട് ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി മറ്റേ എൻ്റെ പടം. അവര് പിന്നെ ടി വിയിലൊക്കെ വന്നിട്ടാണ് കേട്ടോ കണ്ടത്. ഞാൻ തിയേറ്ററിലൊന്നും കൊണ്ടുപോയി കാണിച്ചില്ല. അപ്പൊ അവർക്ക് ആൾക്കാരൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇത്രയും കാലം ചാനലിൽ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓൻ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല അവൻ്റെ ടി വിയിലൊന്നും. നാട്ടിൽ നിന്ന് പറയാം ചാനലിലൊക്കെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർക്ക് വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നില്ല. സിനിമയിൽ കണ്ടപ്പോഴാണ് ഓൻ എന്തോ ചെയ്യുന്നുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് അന്ന് അതിനു മുമ്പൊക്കെ നാട്ടിൽ നിന്ന് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് പോയവരൊക്കെ വലുതായിട്ടൊന്നും ഒന്നും ആയിട്ടില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ പിന്നെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അധികം ആൾക്കാരും ഇല്ല. അവർക്ക് അറിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡയറക്ടറൊക്കെ ഉണ്ട്, അങ്ങനെ പഴയ ഒരു ഡയറക്ടറൊക്കെ. അപ്പോൾ ഒക്കെ കഷ്ടപ്പാടാ, അറിയാലോ പഴയത്തെ. അപ്പോൾ ഇവർക്കൊന്നും ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തോ ചെയ്തു എന്നുള്ള വിശ്വാസമായി. പിന്നെയും എൻ്റെ അവസ്ഥ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പോഴാണ് ഈ ഇങ്ങനെ ദുബായിക്കൊക്കെ പോകുന്ന പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ദിലീഷ് പോത്തൻ വിളിച്ചിട്ട് ഞാൻ അടുത്ത പടം കാസർഗോഡാണ് ചെയ്യുന്നത്, നീയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്താ അത്രയ്ക്ക് രാജേഷിനെ ഇഷ്ടപ്പെടാൻ കാര്യം? കാരണം ദിലീഷിനൊക്കെ പ്രത്യേകിച്ച് ഇത്ര സക്സസ്ഫുൾ ഡയറക്ടർ ആകുമ്പോൾ എത്രയോ പേര് ദിവസം പല കാര്യങ്ങൾക്ക് സമീപിക്കും. അതിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ, അഭിനയിക്കാൻ, സ്ക്രിപ്റ്റുമായിട്ട് എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അന്ന് എന്താ വർക്കൗട്ട് ആയത് സംഭവം? ഇങ്ങനെ വൈകുന്നേരം പോയിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ നാടകങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കും. അന്ന് പിന്നെ ദിലീഷ് പോത്തൻ സിനിമ ചെയ്തിട്ടില്ല. അപ്പം നാടകങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കും. നാടകം ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു സ്പിരിറ്റ് എന്താണ്, എത്ര സന്തോഷം കിട്ടുന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടാണ് തുടങ്ങി. അപ്പം എനിക്ക് പൊത്തണ്ണൻ ലോകത്തിൽ എന്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും സംസാരിക്കാൻ കുറേ ഉണ്ട്. ഇപ്പോൾ പൊത്തണ്ണൻ മറ്റേ ഒരുപാട് സിനിമകൾ കണ്ടിട്ടില്ല, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല, അങ്ങനെയൊന്നല്ല. പക്ഷെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു രീതിയുണ്ട്. അത് പറഞ്ഞു തരുന്നതല്ല, പുള്ളി അത് സംസാരിക്കുക, സുഹൃത്തുക്കൾ തമ്മിൽ സംസാരം എന്നാണ് പുള്ളി പറയാം. മറ്റേ നമ്മൾ ഒരു ഗുരുതുല്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് മറ്റേ വേറെന്തോ ഇൻസൾട്ട് ചെയ്യുന്നതല്ലേ ഒക്കെയാണ്. പുള്ളിയോളൊന്നും സംസാരിക്കാം നമുക്ക്. അത് ഭയങ്കര അതിനൊരു എന്താ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാവും, ഭയങ്കര രസമായിട്ടുള്ള. അത് ഭയങ്കര സാധാരണക്കാർക്കുള്ള മനസ്സിലാവുന്ന രീതിയിൽ നമ്മളെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ക്യൂരിയോസിറ്റി കാരണം ഞാൻ എന്തൊക്കെയോ ചോദിക്കും. അപ്പോൾ പുള്ളിക്ക് കുറേ ഇങ്ങനെ സംസാരിക്കും. അപ്പം സംസാരിച്ച് പുള്ളിയായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതാണ് പുള്ളി ആ വേഷം തരാനും എല്ലാം നോക്കിയത്. പിന്നെ ഞാൻ ഈ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല ഇവരെ സിനിമയുടെ കാര്യമൊന്നും പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം തോന്നുന്നു ശ്രമിച്ചിട്ട് നടക്കാതിരിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. പിന്നെ കാസർഗോഡ് സിനിമയാണ്. അപ്പോൾ അതെൻ്റെ ഒരു ഞാനും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ കാസർഗോഡ് കുറച്ചും കൂടി പരിചയം ഉണ്ടാവുമല്ലോ എന്നും കൂടി വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ പിന്നെ ആ സിനിമയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്ക് കാസ്റ്റിങ്ങിൻ്റെ ജോലിയിൽ കൂടെ നിൽക്കുക എന്നുള്ളതായിരുന്നു ആദ്യം. അപ്പോൾ ഈ പുതിയ നമുക്ക് ഒരു നായികനെ കണ്ടെത്തണം. അപ്പം നായികനെ കണ്ടെത്തുന്നതിൻ്റെ പ്രിലിമിനറി പരിപാടികൾ, പിന്നെ കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നിന്നിട്ട് അഭിനയിക്കുക, അവരുടെ ഓപ്പോസിറ്റ് വേഷങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെയാണ് ഫസ്റ്റ്. പിന്നെ ഞങ്ങൾ ഈ ലൊക്കേഷൻ, ഈ ഷേണി കണ്ടുപിടിക്കൽ ഞങ്ങളുടെ ജോലിയായിരുന്നു. ലൊക്കേഷൻ ഞങ്ങളാണ് കണ്ടുപിടിച്ചത്.
പിന്നെ അത് കഴിഞ്ഞിട്ട് സിനിമയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ജോലി വന്നു. അത് എന്നെ കൊണ്ട് നോക്കിയാൽ നടക്കില്ല എന്ന് കണ്ടിട്ട് അത് മാറ്റിയിട്ട് എനിക്ക് മറ്റേ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ ഉള്ള ജോലിയാണ്. എനിക്ക് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിനാണ് കുറച്ചും കൂടി കൂടുതൽ വർക്ക് ആവുക. ടെക്നിക്കൽ ജോലികൾ പണിയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ തന്നു. പിന്നെ എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നുള്ളതും, അല്ലെങ്കിൽ എന്നെ അങ്ങനെ നിർബന്ധിച്ച് ഇങ്ങനെ എന്നെ ഒന്നും തലയൊക്കെ അടുപ്പിച്ചിട്ട് അങ്ങനെയൊന്നും വർക്ക് ചെയ്തിപ്പിച്ചിട്ടില്ല. എൻ്റെ ഒരു അവനെ കൊണ്ട് പറ്റുന്നതൊക്കെ അവൻ ചെയ്യുന്നുണ്ട് എന്നുള്ള പോലെ വിട്ടതായിരുന്നു. അപ്പൊ സിനിമയുടെ എല്ലാ വശങ്ങളും അവിടെ നിന്ന് അങ്ങനെ കണ്ട് പഠിക്കായിരുന്നു. അതെ അതെ, അതൊരു സ്കൂൾ തന്നെയാണിത്. സ്കൂൾ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു കോൺസെപ്റ്റൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ചർച്ചയൊക്കെ ഉണ്ടാവുന്നത് അതിൻ്റെ ഏത് സാധ്യതകളിലേക്കും പോകും. പിന്നെ നമുക്കതിനൊരു സാധ്യത ഉണ്ടാവില്ല, നമുക്കൊരു പോയിന്റ് പറയാനുള്ള സാധ്യത ഉണ്ടാവില്ല. കാരണം അത്രയും ചിന്തിച്ചിട്ടായിരിക്കും ഒരു കാര്യം ഉണ്ടാവുന്നത്. അത് ഒരു സ്കൂൾ തന്നെയാണ്. ആ സ്കൂളില്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ സിനിമക്കാരൻ വേറെ ആളായനെ. പക്ഷെ കൃത്യമായി അതിലേക്ക് വന്ന് പെടാൻ ഭയങ്കര ദൈവഭാഗ്യമാണ് അല്ലേ? അതെ, ബാങ്കിലേക്ക് എത്തിപ്പെട്ടു എന്ന് പറയുന്നത്. അതൊരു ഒരാളുടെ ഗ്രൂപ്പല്ലല്ലോ. ഇപ്പൊ ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ, ഇപ്പൊ ദിലീഷ് നായർ പോലെ ആൾക്കാർ, റോഹിച്ചൻ കോ ഡയറക്ടർ, അങ്ങനെ ആഷിഖ്, അങ്ങനെ വലിയൊരു നിരയാണ്. നമ്മൾ ആ ഒരു വലിയൊരു സദസ്സിന്റെ ഒക്കെ നടുക്കാണ് പോയി പെടുന്നത്. അത് കഴിഞ്ഞ ഉടനെ മായാനദിയിൽ വർക്ക് ചെയ്തു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അങ്ങനെ പിന്നെ കുമ്പളങ്ങി. അത് കഴിയുമ്പോൾ പിന്നെ മറ്റുള്ളവർ വിളിച്ചിട്ട് കാസ്റ്റിംഗ് ഒക്കെ ഏൽപ്പിക്കാൻ തുടങ്ങി പുറത്തുനിന്നുള്ള ആൾക്കാർ. ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം. ഇപ്പോൾ രാജേഷിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രാജേഷ് ചെയ്ത കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് ചെയ്ത സിനിമകളിലൂടെ വന്നവർ, ഇപ്പോൾ ഷുക്കൂർ വക്കീലിനൊക്കെ പോലുള്ളവർ ഗംഭീര നടന്മാരാണ്. എങ്ങനെയാണ് ഇവരുടെ ഒരു സ്പാർക്ക് കണ്ടുപിടിക്കുന്നത്? കാരണം ഇപ്പം അഭിനയിക്കാൻ മോഹൻ എന്ന് പറഞ്ഞ് 100 കണക്കിന് ആൾക്കാർ വരും ഒരു കാസ്റ്റിംഗ് കോൾ കൊടുത്തു കഴിഞ്ഞാൽ. എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് ആ സിനിമയ്ക്ക് പറ്റുന്ന ആളെ കണ്ടുപിടിക്കുന്നത്? ഞാൻ ഈ കാസ്റ്റിംഗ് ചെയ്ത സിനിമകളൊക്കെ പുതിയ ആൾക്കാരെ അധികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അത് ആ ഡയറക്ടറുടെ കൺവിക്ഷനാണ്. അതാണ് അതിൻ്റെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കാസ്റ്റ് ചെയ്തിട്ടുള്ള ഭയങ്കര ബ്രില്യൻ്റ് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ടാണ്. അതാണ് ഈ ഇങ്ങനെ വർക്കാവാനുള്ള കാരണം. അപ്പം അവർക്ക് ഈ പുതിയ ആൾക്കാരെ എങ്ങനെ ചെയ്തെടുക്കണം എന്നുള്ള ഇതാണ് നമ്മളുടെ പരിപാടി. നമ്മൾ ഇവരിൽ നിന്ന് എങ്ങനെയാണ് ഇവരിങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് ആദ്യം കാണിച്ചു കൊടുക്കാം. ഇവരുടെ ഒരു ക്യാരക്ടറിൽ ഇവരിങ്ങനെയൊക്കെ പെർഫോം ചെയ്യും എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. പിന്നെ അത് അങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കണം, നമ്മളെ കണ്ടന്റിനെ അങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കേണ്ട ഡയറക്ടറുടെ ഉത്തരവാദിത്തമാണ്. അത് അറിയാവുന്ന ആൾക്കാരെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഇതിൽ അത് അറിയാവുന്ന ആൾക്കാരുടെ കൂടിയാണ് ഇത് ഭയങ്കര പ്രോപ്പറായിട്ട് വർക്കാവുക. ഇപ്പം രതീഷ് പൊതുവാളിന് ആൾക്കാരെ അഭിനയിപ്പിക്കാനുള്ള പരിപാടി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അയാൾ ഭയങ്കര നല്ല രീതിയിൽ ആൾക്കാരെ പെർഫോം ചെയ്യിപ്പിച്ചെടുക്കും. പക്ഷെ നമുക്ക് ഈ ഇങ്ങനത്തെയൊക്കെ ആൾക്കാരുടെ ഫേസുകളുണ്ട്, ഇങ്ങനത്തെയൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് കാണിച്ചു കൊടുക്കലാണ് എൻ്റെ ജോലി. പിന്നെ ഈ പുള്ളിയുടെ ഒരു നമ്മൾ ഡയറക്ടറുമായിട്ട് നമുക്ക് അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അയാളുടെ ഏറ്റവും അടുത്ത് സിനിമയുടെ അയാളുടെ കോൺസെപ്റ്റിൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ സ്മൂത്തായിട്ട് നടക്കും. അപ്പോൾ ഈ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ കൂടെ ഉണ്ടാകണമെന്നില്ല. ഇല്ല നമ്മളാണ് ഈ 3-4 പേരെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. ആ കാസ്റ്റിംഗ് നമ്മളുടെ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു 1000-ൽ കൂടുതൽ, 1000 അല്ല, ഒരു സ്ഥലത്ത് തന്നെ 500 പേരുണ്ടായിരുന്നു. എന്നാൽ തങ്കേശോടിന് വേണ്ടിയിട്ട് ഒരു അത്രയധികം ആൾക്കാരുടെ മെയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടാവും നമ്മൾ. എന്നിട്ടൊരു 1000 പേരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടാവും. അതൊരു 45 ദിവസത്തേക്ക് വർക്കാണ്, സ്ഥിരമായിട്ടുള്ള വർക്കാണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം തീരുന്ന വർക്കാണ്. അതിൻ്റെ ശേഷമാണ് അതിൻ്റെ ഇത്രയും ആൾക്കാർ എത്തുന്നത്. അപ്പം അങ്ങനെ വന്നതിൽ രാജേഷ് പെട്ടെന്ന് ഗംഭീര കക്ഷിയാണല്ലോ എന്ന് തോന്നിയ ഒരു നടൻ അല്ല നടി ആരായിരിക്കും? കുറേ ആക്ടേഴ്സ് ഉണ്ട്. ആക്ച്വലി എനിക്ക് അങ്ങനെ ഞാൻ കാസ്റ്റിംഗ് കണ്ടിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നിമിഷയൊക്കെ അങ്ങനെ വന്ന ഞാൻ ആദ്യം മുതലേ നിമിഷയുടെ പ്രോസസ്സൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ടൈലറായിട്ടുണ്ടായിരുന്ന ഒരു വക്കീലുണ്ട്, കൃഷ്ണൻ വക്കീൽ എന്ന് പേര്. ഇതില് എന്താ MLA-യുടെ വക്കീലായിട്ട് ആദ്യം വരുന്ന വയസ്സായിട്ടുള്ള പുള്ളിയാണ്. പുള്ളി ടൈലറാണ്. ടൈലർ ആയതുകൊണ്ട് പുള്ളി നല്ല എപ്പോഴും വേഷമൊക്കെ ഭയങ്കര. അപ്പൊ അത് കാണുമ്പോൾ നമ്മളേതോ സർക്കാർ ഉദ്യോഗസ്ഥനാണ് വരുന്നതെന്ന് വിചാരിക്കും നാട്ടിലേക്ക്. പുള്ളിയുടെ വേഷമൊക്കെ ഭയങ്കര കൃത്യമായിരിക്കും.
പുള്ളി വന്നിട്ട് പുള്ളി ഒരു നല്ല നടനാ പുള്ളിനെ പുള്ളിക്ക് ഹ്യൂമറൊക്കെ ഭയങ്കര ടൈമിംഗ് ഉള്ള ആളാ. ഇപ്പൊ വയസ്സായതിൻ്റെതായിട്ടുള്ള ഓർമ്മ സാധനങ്ങൾ ഡയലോഗൊക്കെ ഫുള്ള് പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ കഷ്ടപ്പെട്ട് വൈകുന്നേരം വരെ ഇരുന്ന് ഷുഗറും അതൊക്കെ ഉണ്ട്. എന്നാലും ഇവരെല്ലാരും പണിയെടുക്കല്ലേ, ഞാൻ അതിന്റെ കൂടെ നിൽക്കണം, അങ്ങനെ ഒരു മനുഷ്യനായിട്ട് നിൽക്കുകയും ചെയ്യും. പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആക്ടർ. പിന്നെ എനിക്ക് ഓഫ്കോഴ്സ് ഷുക്കൂർ വക്കീലും മജിസ്ട്രേറ്റും ഇവരെല്ലാരും മജിസ്ട്രേറ്റ് എന്താ സാധനം അതെ അല്ലേ ശരിക്കും പറഞ്ഞാല് അവരൊക്കെ തന്നെ ഇപ്പൊ നല്ല രീതിയിൽ നല്ല ചെയ്യുന്നുണ്ട്, ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ മലയാളി പ്രേക്ഷകരും ഒരേപോലെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനാകാൻ പോകുന്നയാളുമായ രാജേഷ് മാധവൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കൂടുതൽ രസകരമായ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. ആ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. ബൈ.